ഇന്നത്തെ വീഡിയോ CBC 10ാം ക്ലാസ്സിലെ ട്രയാങ്കിൾസ് എന്ന ചാപ്റ്റർ 6th ചാപ്റ്ററാണ് ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഇന്ന് ചെയ്യുന്നത് എക്സസൈസ് 6.3ലെ 4th ക്വസ്റ്റ്യനുകളാണ്. മുമ്പുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചെയ്യുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ 4th ക്വസ്റ്റ്യൻ. ഇൻ ഫിഗർ 6.36 QR by QS equal to QT by PR. Angle 1 is equal to angle 2. Show that triangle PQS similar to triangle TQR. ഇത് നോക്കാം. ഫിഗറിൽ നോക്കുക. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ട്രയാങ്കിൾ TQR ഇതാണ് TQR. അതുപോലെ താഴത്തെ ട്രയാങ്കിൾ PQS ഇത് രണ്ടും സിമിലർ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2 എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2. ഫിഗറിൽ നോക്കുക. ആംഗിൾ 1 ഇതാണ്, ആംഗിൾ 2 ഇതാണ്. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ PQR പരിഗണിച്ചാൽ PQRൽ നോക്കുക. ട്രയാങ്കിൾ PQR ഇതിലാണ് ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ഉള്ളത്. ആംഗിൾ 1 എന്ന് പറയുന്നത് ആംഗിൾ Q ആണ്. ആംഗിൾ 2 എന്ന് പറയുന്നത് ഈ PRQ എന്ന ആംഗിളാണ്. അപ്പോൾ ഇവിടെ ആ ആംഗിൾ 1നും ആംഗിൾ 2നും ഓപ്പോസിറ്റുള്ള സൈഡ്സ് നോക്കുക. ആംഗിൾ 1ന് ഓപ്പോസിറ്റുള്ള സൈഡാണ് ആംഗിൾ PR. അതുപോലെ ആംഗിൾ 2ന് ഓപ്പോസിറ്റുള്ള സൈഡാണ് സൈഡ് PQ. അപ്പോൾ സൈഡ്സ് ഈക്വൽ ടു അല്ലെങ്കിൽ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ഈക്വൽ ആണെങ്കിൽ ആംഗിൾ 1നും ആംഗിൾ 2നും ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് അത് ഈക്വൽ ആയിരിക്കും. നമുക്ക് അതിൽ നിന്നും PR ഈക്വൽ ടു PQ എന്ന് നമുക്ക് എഴുതാം. PR ഈക്വൽ ടു PQ ആണ്. ഇനി ഇൻ ട്രയാങ്കിൾ നമ്മുടെ ക്വസ്റ്റ്യനുള്ള കാര്യം പരിഗണിച്ചാൽ ട്രയാങ്കിൾ PQS ആൻഡ് ട്രയാങ്കിൾ TQR ട്രയാങ്കിൾ PQS നോക്കുക. ഫിഗറിൽ ട്രയാങ്കിൾ PQS ഇതാണ്, PQSഉം അതുപോലെ ട്രയാങ്കിൾ TQR ഈ ട്രയാങ്കിളിൽ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള കാര്യം QR by QS ഈക്വൽ ടു QT by PR എന്ന് തന്നിട്ടുണ്ട്. QT by PR എന്ന് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി എഴുതാം. കാരണം ഇവിടെ PRഉം PQവും ഈക്വൽ ആണ്. അപ്പോൾ ഇതിനെ മാറ്റി എഴുതിയാൽ QR by QS ഈക്വൽ ടു നമുക്കിത് QT by ഇവിടെയുള്ള PR ആണ്. PRന് ഈക്വൽ ആണ് PQ. അപ്പോൾ അതിനെ നമുക്ക് PQ എന്ന് എഴുതാം. QR by QS ഈക്വൽ ടു QT by PQ എന്ന് നമുക്ക് കിട്ടി. ഇവിടെ QR by QS ഈക്വൽ ടു QT by QP ആണ്. ഫിഗറിൽ നോക്കുക. QR ഇതാണ്. QR by QS ഈ ചെറിയ സൈഡ്. അതുപോലെ QT by QP ഈ വലിയ സൈഡാണ് ബൈ QP. ഇത് കറസ്പോണ്ടിങ് സൈഡ്സ് ആണെന്ന് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ PRഉം PQവും ഈക്വൽ ആണെന്ന് കണ്ടുപിടിച്ച് അതിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യത്തെ നമ്മൾ മാറ്റി എഴുതിയപ്പോഴാണ് നമുക്ക് QR by QS ഈക്വൽ ടു QT by QP എന്ന് കിട്ടിയത്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് സൈഡ്സ്, അതായത് QRഉം QSഉം അതുപോലെ QTയും QPയും, അപ്പോൾ രണ്ട് സൈഡ്സ് നമുക്ക് കറസ്പോണ്ടിങ് ആണെന്ന് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ കറസ്പോണ്ടിങ് സൈഡ്സ് സെയിം റേഷ്യോയിലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ട നമുക്കൊരു ആംഗിളും കൂടെ കിട്ടിയാൽ നമുക്കിത് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കറസ്പോണ്ടിങ് സൈഡ്സ് ഇവിടെ QTയും QPയും ആണ്. അതുപോലെ തന്നെ QRഉം QSഉം ആണ്. സെയിം റേഷ്യോയിലുള്ള കറസ്പോണ്ടിങ് സൈഡ്സ്. അപ്പോൾ ഈ രണ്ട് സൈഡുകൾക്ക് ഇവരുടെ ഈ സൈഡുകളുടെ കോമൺ ആംഗിളാണ് ആംഗിൾ Q എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിനെ അങ്ങനെ എഴുതി വെച്ചാൽ ആംഗിൾ TQR വലിയ ട്രയാങ്കിളിൻ്റെ ആംഗിൾ TQR ഈക്വൽ ടു ആംഗിൾ PQS ആണ്. TQR എന്ന് പറയുന്നത് വലിയ ട്രയാങ്കിളിൻ്റെയും അതുപോലെ PQS എന്ന് പറയുന്നത് ചെറിയ ട്രയാങ്കിളിൻ്റെയും കോമൺ ആയിട്ടുള്ള ആംഗിളാണ് ആംഗിൾ Q. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളാണ് ഈ ആംഗിൾ Q, അതായത് ആംഗിൾ TQRഉം ആംഗിൾ PQSഉം. അപ്പോൾ ഇവിടെ നമുക്ക്
കറസ്പോണ്ടിങ് സൈഡ്സ് സെയിം റേഷ്യോയിലാണ്, അതുപോലെ സൈഡ്സ് പ്രൊപ്പോർഷണലാണ്, അതുപോലെ അവയുടെ ഇൻക്ലൂഡഡ് ആംഗിൾ ഈക്വലുമാണ്. അപ്പോൾ ബൈ SAS സിമിലാരിറ്റി സൈഡ് ആംഗിൾ സൈഡ് ബൈ SAS സിമിലാരിറ്റി ട്രയാംഗിൾ. ഫിഗറിൽ നോക്കുക, PQS ട്രയാംഗിൾ PQS എന്ന ചെറിയ ട്രയാംഗിൾ സിമിലർ ടു ട്രയാംഗിൾ TQR. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ട്രയാംഗിൾ PQS സിമിലർ ടു ട്രയാംഗിൾ TQR ആണ്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ചെയ്ത വഴി ഒന്നുകൂടി പറയാം, കാരണം ഇത് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. ട്രയാംഗിളിൻ്റെ ഈ സൈഡ്സും ആംഗിളൊക്കെ അങ്ങോട്ടും കൂടി ഫിഗർ കാണുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാം. നമ്മൾ ചെയ്തത് ഒന്നുകൂടെ ഫിഗറിൽ മാത്രം നോക്കുക. ചെയ്ത് ഒന്നുകൂടെ പറയാം. ആദ്യം നമുക്ക് ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ PQവും PR ഈക്വൽ ആണെന്ന് എഴുതി. അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന കാര്യം, ആ റേഷ്യോ അവിടെ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ അത് പ്രൊപ്പോർഷണലായ സൈഡ്സിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ QR/QS ഈക്വൽ ടു QT/QP എന്നാക്കി മാറ്റി. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ട്രയാംഗിളിൻ്റെ രണ്ട് ട്രയാംഗിൾ, അതായത് ഇവിടുത്തെ ചെറിയ ട്രയാംഗിളും ഈ വലിയ ട്രയാംഗിളിൻ്റെ സൈഡ്സ് കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആണ്. നമ്മൾ ഈ പറഞ്ഞ 1ഉം 2ഉം ഈക്വൽ ആണ് എന്നുള്ള കാര്യം വെച്ചിട്ട് PQവും PRും ഈക്വൽ ആണ് എന്നതെടുത്ത് ഇവിടെ ഇതിനെ മാറ്റി എഴുതിയപ്പോൾ നമുക്ക് QT/QP എന്ന് കിട്ടി. അപ്പോൾ സൈഡ്സ് സെയിം റേഷ്യോ ആണെന്ന് കിട്ടി. ഇനി ഈ രണ്ട് ട്രയാംഗിളിൻ്റെയും കോമൺ ആംഗിളാണ് ആംഗിൾ Q1 എന്ന് പറയുന്ന ആംഗിൾ. അപ്പോൾ ഈ രണ്ട് ആംഗിൾ നമ്മൾ ഈക്വൽ ആണെന്ന് എഴുതി വെച്ചു. അപ്പോൾ കറസ്പോണ്ടിങ് സൈഡ്സും സെയിം റേഷ്യോയിലാണ്, അതുപോലെ ആ സൈഡ്സിന് ഇൻക്ലൂഡഡ് ആംഗിൾ അത് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ SAS സിമിലാരിറ്റി ക്രൈറ്റീരിയ ഉപയോഗിച്ച് ട്രയാംഗിൾ PQS സിമിലർ ടു ട്രയാംഗിൾ TQR എന്ന് പ്രൂവ് ചെയ്തു. ഇനി ഇതിലെ 5th ക്വസ്റ്റ്യൻ, S and T are points on sides PR and QR of triangle PQR such that angle P equal to angle RTS. Show that triangle RPQ similar to triangle RTS. നമുക്ക് ആദ്യം ഇത് ഒരു ഫിഗർ വരച്ചിട്ട് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ഫിഗർ വരച്ചിട്ടുണ്ട്, ട്രയാംഗിൾ PQR വരച്ചിട്ടുണ്ട്. ട്രയാംഗിൾ PQRലെ PRലും QRലും അവിടെ എസും ടി എന്നുള്ള പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്ത് എസും ടിയും കൂട്ടി ST എന്നൊരു ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ, ആംഗിൾ P ഈക്വൽ ടു ആംഗിൾ RTS എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ P ഇതാണ്, ആംഗിൾ RTS T എന്ന് പറയുന്ന ഈ ആംഗിളാണ്. അത് നമുക്ക് എഴുതി നോക്കാം. ഇൻ ട്രയാംഗിൾ PQR RTS, ട്രയാംഗിൾ RTS, ട്രയാംഗിൾ PQR, ട്രയാംഗിൾ RTS. അവിടെ തന്നിട്ടുള്ളത് ആംഗിൾ P ആണ്. അപ്പോൾ നമുക്ക് RPQ എന്ന് എടുക്കാം. ആംഗിൾ RPQ ഈക്വൽ ടു ആംഗിൾ RTS, ആംഗിൾ RTS. ആംഗിൾ RPQ ഈക്വൽ ടു ആംഗിൾ RTS എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് നമ്മൾ എഴുതി വെച്ചു. ഇനി ആംഗിൾ PRQ, ആംഗിൾ PRQ കോമൺ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ട്രയാംഗിളാണ്, തിരിച്ചാണ് എടുക്കേണ്ടത്. എങ്കിലും ഈ വലിയ ട്രയാംഗിളും, അതായത് PQR എന്നുള്ള വലിയ ട്രയാംഗിളും, അതുപോലെ PQRൻ്റെ ഓർഡറിൽ പറയുകയാണെങ്കിൽ നമുക്ക് RST എന്ന് പറഞ്ഞു, പക്ഷേ ഇവിടെ RTS, ഈ രണ്ട് ആംഗിളാണ് ഈക്വൽ കൊണ്ട് തിരിച്ചു പറയും. അപ്പോൾ ഇവിടെ RTS, ഈ ആംഗിളിനും ഈ ട്രയാംഗിളിനും ഈ R എന്ന് പറയുന്ന ആംഗിൾ കോമൺ ആണ്. അപ്പോൾ ആംഗിൾ PRQ എന്ന് തന്നെ എഴുതി. അപ്പോൾ ആംഗിൾ കോമൺ ആംഗിൾ ഈക്വലായിട്ട് വരാൻ വേണ്ടി ഈ ട്രയാംഗിളിൻ്റെ പേര് നമ്മളിപ്പോൾ RTS എന്ന് പറഞ്ഞ ആ ട്രയാംഗിളിൻ്റെ ആ ആംഗിളിനെ, അതായത് ഈ R എന്ന് പറയുന്ന ആംഗിൾ കിട്ടാൻ, അതായത് PRQ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇതിനെ പേര് മാറ്റി പറഞ്ഞു, TRS എന്ന് പറയും. TRS, അതായത് PRQ അതുപോലെ TRS, അതിൽ കോമൺ ആയിട്ടുള്ള ആംഗിൾ R ആണ്. അപ്പോൾ ഇവിടെ ഈ രണ്ട് ട്രയാംഗിളിനും കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് ആംഗിൾ കോമൺ ആയിട്ട് കിട്ടി. അതായത് ഈ RST ഇതിനെ തിരിച്ച് ഒന്ന് മറിച്ചിട്ടാൽ നമുക്കിത് ഒരേ ലെവലിൽ തന്നെയാണ് കിട്ടുക. നമുക്ക് അതേപോലെ വരച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് രണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ്, ഇവിടെ R എന്നുള്ള ആംഗിൾ കോമൺ ആംഗിളാണ്,
അതുപോലെ പിക്ക് ഈക്വൽ ആണ് ഈ ടി ഈ സൈഡിൽ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിപ്പുറത്തേക്ക് വന്നാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് സിമിലർ ആണെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്കിവിടെ ബൈ എ ക്രൈറ്റീരിയ എ സിമിലാരിറ്റി ക്രൈറ്റീരിയ നമുക്ക് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് എഴുതാം. ട്രയാങ്കിൾ ആർ പി ക്യൂ എന്ന് എഴുതി. ആർ പി ക്യൂ സിമിലർ ടു ട്രയാങ്കിൾ. ഇപ്പം പേര് നമ്മൾ ശ്രദ്ധിക്കണം. ആർ പി ക്യൂ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആർ പി ക്യൂ. അപ്പോൾ ആറിന് ഈക്വൽ ആവുന്നത് ഇവിടെ 6 തന്നെയാണ്. അപ്പോൾ 6 എഴുതി. കാരണം സിമിലർ എഴുതുമ്പോൾ ട്രയാങ്കിൾ സിമിലർ തന്നെ, പക്ഷേ എഴുതുമ്പോൾ ഈ പേര് ഒരേപോലെ എഴുതിയാൽ ഒരേ കറസ്പോണ്ടിങ് സൈഡ്സും ആംഗിൾസും വരുന്ന പോലെയാണ് നമ്മൾ പേര് എഴുതുന്നതെങ്കിൽ നമുക്കിവിടെ ആർ പി അല്ലെങ്കിൽ പി ക്യൂ എന്ന് പറയുമ്പോൾ ഈ എഴുതി നോക്കിയിട്ട് തന്നെ നമുക്ക് ഏതൊക്കെയാണ് കറസ്പോണ്ടിങ് സൈഡ്സ് എന്നും കറസ്പോണ്ടിങ് ആംഗിൾസ് എന്നും പറയാൻ പറ്റും. ഇവിടെ ആർ പി ക്യൂ എന്ന് എഴുതിയത് കൊണ്ട് ഇവിടെ ആദ്യം 6 എഴുതി. ഇനി നമുക്ക് പിക്ക് കറസ്പോണ്ടിങ് ആവുന്ന ആംഗിൾ, ഇവിടെ പി ആണ് രണ്ടാമത് വന്നിരിക്കുന്നത്, അതുകൊണ്ട് പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആംഗിൾ തന്നെ രണ്ടാമത് എഴുതാം. അപ്പോൾ അവിടെ ടി ആണ്, പിന്നെയുള്ള എസ് ഉള്ളൂ. അപ്പോൾ എസ് എഴുതി. അപ്പോൾ ട്രയാങ്കിൾ ആർ പി ക്യൂ സിമിലർ ടു ട്രയാങ്കിൾ ആർ ടി എസ് എന്ന് പറഞ്ഞു. ഇനി ഫിഗർ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഏതൊക്കെയാണ് കറസ്പോണ്ടിങ് സൈഡ്സ് കറസ്പോണ്ടിങ് ആംഗിൾസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇവിടെ ആർ പി ഇതാണ്. അപ്പോൾ ഇവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ആർ ടി വരണം. ഈ സൈഡിൽ ആർ ടി, ഇത് കറക്റ്റാണ്. അതുപോലെ പി ക്യൂ എഴുതിയാൽ പി ക്യൂ ഇതാണ്. പി ക്യൂന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ടി എസ് എന്ന് കിട്ടും. അതുപോലെ ആർ എസ് എഴുതിയാൽ ഇതാണ് ആർ എസ്. അപ്പോൾ നമുക്കിവിടെ ആർ ക്യൂ കിട്ടണം. ആർ ക്യൂ കിട്ടും. അതുപോലെ ആംഗിൾ ആർ ഈക്വൽ ടു നമുക്കിവിടെ ആംഗിൾ ആർ ആണ്. അതുപോലെ ആംഗിൾ പി ഈസ് ഈക്വൽ ടു ആംഗിൾ ടി ആയിരിക്കും. അതുപോലെ ആംഗിൾ ക്യൂ ഈസ് ഈക്വൽ ടു ആംഗിൾ ഇവിടെ എസ് ആയിരിക്കും. അതുകൊണ്ടാണ് ആൻസർ എടുത്തെഴുതാൻ വേണ്ടി സമയമെടുത്ത് ഓരോ ആംഗിളും നോക്കി നമ്മൾ എഴുതിയത്. രണ്ട് ട്രയാങ്കിളും സിമിലർ ആണ്, പക്ഷേ എഴുതുന്ന ഓർഡറും കൂടെ നോക്കിയിട്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് നോക്കിയിട്ടാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഒക്കെ എഴുതണമെങ്കിലും ഫിഗർ ഇല്ലെങ്കിൽ നമുക്കിത് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് ഇത് ട്രയാങ്കിൾസ് ആയതുകൊണ്ട് തന്നെ ആംഗിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ പലർക്കും ഇത് കൺഫ്യൂഷൻ ആകാറുണ്ട്. ഫിഗറിൽ നോക്കി തന്നെ മനസ്സിലാക്കുക. വെറുതെ സ്റ്റെപ്പ് എഴുതി വെച്ചാൽ പെട്ടെന്നൊന്നും മനസ്സിലാവാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഫിഗറിൽ നോക്കി ഒന്നുകൂടെ എടുത്ത് പറയുന്നത്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്തത് പി ക്യു ആറും ആർ ടി എസും എഴുതി. ഇവിടെ നമ്മൾ എഴുതിയേക്കുന്നത് ആ എഴുതിയ ലെറ്റേഴ്സ് വ്യത്യാസമാണ്, ട്രയാങ്കിൾ അത് തന്നെ. ഇവിടെ പി ക്യു ആറും ആർ ടി എസും ആണ് പരിഗണിച്ചെങ്കിൽ അവിടെ തന്നിട്ടുള്ള കാര്യം ആദ്യം ആർ പി ക്യു ഈക്വൽ ടു ആർ ടി എസ് എന്ന് എഴുതി. അപ്പോൾ പി എന്ന ആംഗിൾ ഇത് നമ്മൾ ഈക്വൽ ആണ് എഴുതി വെച്ചു, നമ്മൾ കണ്ടുപിടിച്ചാൽ തന്നിട്ടുണ്ട്. പിന്നെയുള്ളത് രണ്ട് ഈ ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിളും നമ്മൾ പരിഗണിച്ചാൽ അവിടെ ആർ എന്ന് പറഞ്ഞ ആംഗിൾ അവിടെ കോമൺ ആണ്, അത് നമ്മൾ കണ്ടുപിടിച്ച് എഴുതി വെച്ചു. അപ്പോൾ നമുക്കിവിടെ രണ്ട് ട്രയാങ്കിളിൻ്റെയും രണ്ട് ആംഗിൾസ് കറസ്പോണ്ടിങ് ആംഗിൾസ് രണ്ടെണ്ണം നമുക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. ഇത്രയും കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, എ ക്രൈറ്റീരിയ ഉപയോഗിക്കാം. രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ സൈഡ്സ് അവിടെ പ്രൊപ്പോർഷണൽ ആയിക്കോളും. അതുകൊണ്ട് തന്നെ എ സിമിലാരിറ്റി ക്രൈറ്റീരിയ ഉപയോഗിച്ച് നമ്മൾ എഴുതി ട്രയാങ്കിൾ ആർ പി ക്യു സിമിലർ ടു ട്രയാങ്കിൾ ആർ ടി എസ് എന്ന് എഴുതി നമുക്ക് ആൻസർ കിട്ടി.